സക്കറിയ ജോർജ്, ഈ രാവിലെ ഇത്ര വൈകി ജയിൽ അധികൃതർ അറിഞ്ഞു, ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? 1:15 സെല്ലിൽ നിന്ന് ഇറങ്ങുന്ന ഗോവിന്ദച്ചാമി ഈ സെല്ലിന്റെ അഴി നേരത്തെ തന്നെ മുറിച്ചു തുടങ്ങിയതായിരിക്കുമല്ലോ ദിവസങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ സാധിക്കുകയില്ല. സ്ഥൂലമായ വളരെ ചെറിയ ശരീരമാക്കി അദ്ദേഹം മാറ്റിയിരുന്നു. നേരത്തെ വണ്ണം കൂടിയ ഒരാളായിരുന്നു. കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ വലിയ വിമർശനം ഉയർന്നതാണ്. ജയിലിലെ ആഹാരം കഴിച്ച് തടിച്ചു കൊഴുത്തു ഗോവിന്ദച്ചാമി എന്നൊക്കെ. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയാണ് ഗോവിന്ദച്ചാമിക്ക്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇത് ജയിൽ അധികൃതർ അറിഞ്ഞില്ല. പിന്നെ രാവിലെ 1:15 പുലർച്ചെ ഇറങ്ങിയ ആൾ 4:15 മതിൽ ചാടി വെളിയിലെത്തുന്നു. പക്ഷേ 7 മണിക്ക് ലോക്കൽ പോലീസ് അറിയുന്നു. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആണോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമ്മളിത് ഹൈ സെക്യൂരിറ്റി ജയിലാണെന്ന്, അതീവ സുരക്ഷാ ജയിലാണെന്ന് പറഞ്ഞു. അവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് ഒരു കൈ മാത്രം മറ്റേ കൈ ആംപ്യൂട്ട് ചെയ്ത് ഇരിക്കുന്ന ഗോവിന്ദച്ചാമി തന്നെ തെളിയിച്ചു. ഇതിന് ISROയിലെ ശാസ്ത്രജ്ഞന്മാരോ ആരെങ്കിലും വന്ന് ഇത് പരിശോധിച്ചതിൻ്റെ സെക്യൂരിറ്റി സ്ട്രെങ്ത് ഒന്നും വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഒരു ഗോവിന്ദച്ചാമി തന്നെ തെളിയിച്ചു തന്നു കണ്ണൂർ ജയില്, സെൻട്രൽ പ്രിസൺ ഒന്നുമല്ല എന്ന്. സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ജയിലാണ്. കഴിഞ്ഞ 1-ാം തീയതി സംസ്ഥാന പോലീസ് മേധാവി ചാർജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ സർക്കാരിൻ്റെ 4ാം മന്ത്രിസഭയുടെ വാർഷികത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് അവിടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയി. ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ ഫ്ലൈറ്റ് കയറി അവിടെ ചെന്നാണ്. ഒരു സംസ്ഥാന പോലീസ് മേധാവി ചിന്തിക്കണം, തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എന്തെല്ലാം കഷ്ടപ്പാട് കൊണ്ടാണ് ഒരു പ്രതിയെ ട്രയൽ പ്രോസസ്സിൽ, ഡ്യൂ പ്രോസസ്സിൽ കൂടി ജയിലിൽ കൊണ്ടെത്തിക്കുന്നത്. ആ ജയിൽ സുരക്ഷിതമല്ല. ഇതുപോലെ ചാടിപ്പോയെങ്കിൽ തൻ്റെ കീഴിലുള്ള ആൾക്കാരുടെ സ്വെറ്റ് ആൻഡ് ടിയർ ആൻഡ് ബ്ലഡ് ഷെഡാണ് ഇതിൽ വേസ്റ്റഡായി പോകുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയണം, സാറേ ഈ ജയിലിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ വളരെ നല്ലതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കൂടെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ഈ ജയിലിനകത്തെ സെക്യൂരിറ്റി നല്ലതാണോ ഇല്ലയോ നോക്കണം. മതിൽ കെട്ടിക്കൊണ്ടൊന്നും കാര്യമില്ല. ഹൗ എഫക്റ്റീവ് ദ ജയിൽ ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും നിർവഹണം ചട്ടങ്ങൾ 2014, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് 2010 നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് റൂൾ 100-നകത്ത് പറയുന്നുണ്ട്, സെക്ഷൻ റൂൾസ് ടു ബി ലേഡ് ബിഫോർ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. കാലങ്ങളനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുക. അത് 98 പറയുന്നുണ്ട്, പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. ഇതൊക്കെ ആഡ് ചെയ്യണം. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഈയിടയ്ക്ക് UK പോയി. അവിടെ UK-യിലെ സ്റ്റാർമർ അദ്ദേഹവുമായിട്ട് ചർച്ചയൊക്കെ നടന്നു. എല്ലാം ട്രേഡാണ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രിസൺ സർവീസ് നടക്കുന്നത് UK-യിലാണ്. UK ഗവൺമെൻറ്റിൻ്റെ പ്രിസൺ ടെക്നോളജിയൊക്കെ പഠിക്കണം. അവിടെ നമ്മൾ വിദേശത്ത് പോകുമ്പം അവരുടെ ആരുടെയും പോക്കറ്റ് മണി കൊണ്ടല്ല, നമ്മുടെ നികുതി കാശ് കൊണ്ടാണ് അവർ വിദേശത്തെല്ലാം പോകുന്നത്. കേരളത്തിലെ മന്ത്രിമാർ പോകുമ്പോഴും അവർ നല്ല രാജ്യങ്ങളിലെ പ്രിസണൊക്കെ ഇവരെ എങ്ങനെയാണ് ഇടേണ്ടതെന്നും ഇവിടുത്തെ റൂൾ ഓഫ് ലോയ്ക്ക് റൂൾ ബൈ ലോയും അത് എൻഷുർ ചെയ്യണം. ഈ റൂൾ ഓഫ് ലോയും റൂൾ ബൈ ലോയും ഉണ്ടെങ്കിൽ ലവ് ഫോർ റൂളും ഉണ്ടാവുകയുള്ളൂ. ജനങ്ങൾ നിയമത്തെ സ്നേഹിക്കണം. നിയമത്തെ അനുസരിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഇവിടെ ഒരു ഇൻറ്റേർണൽ ജസ്റ്റിസ് ഉണ്ടെന്ന് അവർക്കൊരു ഫീല് വേണം. ആ ഫീലൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ഫോർ ഓളാണ്. ഗോവിന്ദച്ചാമി പോലും നിയമത്തെ വെല്ലുവിളിക്കുന്ന കാര്യം എന്താ? അയാൾ ആദ്യമേ ചെല്ലുമ്പം അയാൾക്ക് ചിലപ്പം ജയിലിൽ ചാടണം എന്നൊന്നും അയാൾക്ക് ചിന്ത കാണില്ല. അപ്പം ഇയാളെ കൊണ്ടുപോയി ഒരു മിലിറ്ററി ക്യാമ്പിലാണ് ഇടുന്നതെങ്കിൽ അയാൾ ഒരിക്കലും ചാടാൻ ചിന്തിക്കത്തില്ല. കാര്യം ചാടിക്കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ 2 വൂണ്ടുണ്ടാവും. ഒന്ന് എൻട്രി വൂണ്ടും അടുത്ത എക്സിറ്റ് വൂണ്ടും. എൻട്രി വൂണ്ടിൽ കൂടെ ഒരു നല്ല ബുള്ളറ്റ് കയറി അപ്പുറത്തൂടെ എക്സിറ്റ് വൂണ്ടിൽ കൂടെ ഇറങ്ങിപ്പോവും. അപ്പം അയാൾക്ക് മനസ്സിലാകും ഇവിടെ കളിയൊന്നും നടക്കത്തില്ലെന്ന്. നമ്മുടെ സിസ്റ്റം വീക്കാണ്. ഒന്ന് സമ്പന്നതയാണ്. സമ്പന്നത വരുമ്പോൾ കാശും കൈക്കൂലിയാണ് മൊത്തം ജയിൽ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നൊക്കെ ഈ ചിത്രമാണ് പോലീസ് ആദ്യം പുറത്തുവിട്ടത്. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിയാണ് അതെന്ന് അറിയാൻ ഒരിക്കലും കഴിയുകയില്ല. ഈ ചിത്രം കാണിച്ചുകൊണ്ടാണ് സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതും ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, പോലീസിനെ വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ഫോൺ നമ്പറുകൾ നൽകിയതും. പക്ഷേ ഇത് ഗോവിന്ദച്ചാമിയെ പിടിച്ച സമയത്തുള്ള ചിത്രവുമായി ഒരു സാമ്യവുമില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ പോലും പുറത്തുവിടാൻ എന്തുകൊണ്ട് ജയിൽ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ചിത്രം അവിടെ ജയിലിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, അപ്പോൾ വീഴ്ചകൾ എണ്ണി പറയാൻ കഴിയുന്നതാണ്. പിന്നെ ഇവിടെ ജയിൽ ഉപദേശക സമിതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് രാവിലെ
BJP നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതിൽ പി ജയരാജനിട്ട് ഒരു കൊട്ടു കൊടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അതിന് ജയരാജൻ പറഞ്ഞ മറുപടിയും താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇത് രാഷ്ട്രീയമായി കാണുകയാണ്, ഇതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഒരുങ്ങുകയാണ്, അവർക്കുള്ള സ്ഥാനം കുതിരവട്ടത്താണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. അല്ല, കുതിരവട്ടത്താണെന്ന് മാത്രമല്ല, കെ സുരേന്ദ്രൻ എന്തോ BJP സംസ്ഥാന അധ്യക്ഷത്തിൽ നിന്ന് മാറിയതിൻ്റെ മാനസിക പ്രശ്നമാണെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJP സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ 5 വർഷം ഇരുന്നു. അദ്ദേഹത്തിന് അതിന് സാധിച്ചിട്ടുണ്ട്. ശ്രീ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തേക്ക് സംഘടനാപരമായി ഒന്ന് നോക്കാൻ പോലും പിണറായി വിജയൻ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നം വളരെ കൂടുതലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുതിരവട്ടത്തെ സർവീസിനെ കുറിച്ചിട്ട് കൂടുതൽ ധാരണയുള്ളത് എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ കെ സുരേന്ദ്രൻ അവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം വളരെ ജെന്യൂനാണ്. കണ്ണൂർ ജയിലിൽ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ ജോർജ് ജോസഫ് സാർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ, എന്തിനാണ് കണ്ണൂർ ജയിലിൽ ഈ പറയുന്ന CPM-കാരെ തന്നെ ഇത്രയധികം CPM ക്രിമിനലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ജയിലിനകത്ത് CPM-ന്റെ പി ജയരാജനെ പോലെയുള്ള നേതാക്കളെയൊക്കെ അതിൻ്റെ ഉപദേശക സമിതിയിൽ വെച്ചിരിക്കുന്നു? ഉപദേശിക്കാൻ പറ്റിയ ആൾക്കാരാണോ ഇവർ? ക്രിമിനലുകളെ ഉപദേശിച്ച് നേരായ വഴിക്ക് കൊണ്ട്, അതായത് ജയിലിൻ്റെ മൊത്തത്തിലുള്ള സംവിധാനങ്ങളെ മൊത്തം ഉപദേശിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ ഇവർ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇവർ കുറച്ചുകൂടി കാര്യപ്രാപ്തിയുള്ള ആൾക്കാരെയല്ല അതിനകത്ത് വെക്കേണ്ടുന്നത്? പകരം ഇത്തരത്തിലുള്ള ആൾക്കാരെ അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഈ ക്രിമിനലുകളെ, അകത്ത് കിടക്കുന്ന ക്രിമിനലുകളെ പുറത്തെത്തിക്കുവാനും അവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ക്രൈമുകൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടൊരു പർട്ടിക്കുലർ സിസ്റ്റം അതിനകത്ത് എത്രയോ കാലങ്ങളായിട്ട് റൺ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സിസ്റ്റമാണ് ഇവിടെ ഗോവിന്ദച്ചാമി ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് അവർ രക്ഷപ്പെട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ തന്നെ സൗമ്യയുടെ അമ്മ മാത്രമല്ല അവിടെ വിഷയം. പ്രോസിക്യൂഷനോട് അയാൾ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ കാണിച്ച് തരാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ജയിലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പുറത്തിറങ്ങി ഇയാൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സഹായം അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അയാൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, എന്തൊക്കെ വലിയ ക്രൈമിനായിരുന്നിരിക്കും പിന്നീട് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഞെട്ടലോടുകൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഏറ്റവും ഗുരുതരമായ വീഴ്ച തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറയണമെന്ന് കരുതിയതാണ്. അതായത് ഈ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയിട്ട് കേസ് ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ പോലെ ഒരാൾ വന്നു, സുപ്രീം കോടതിയിൽ വരെ ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര ലക്ഷം രൂപ അതിനുവേണ്ടി ചിലവായിട്ടുണ്ടാവും എന്നറിയാമോ? ഏറ്റവും കുറഞ്ഞത് ഞാൻ കണക്കാക്കുന്നത് അനുസരിച്ചിട്ട് ഒരു 1/4 ലക്ഷം മുതൽ അല്ലെങ്കിൽ 1/2 ലക്ഷം, 1/2 കോടി വരെ, ക്ഷമിക്കണം, 1/4 കോടി മുതൽ 1/2 കോടി രൂപ വരെ, 25 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ഈ പറയുന്ന ക്രിമിനലിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ടാവും. ഇയാൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വഴിയോരങ്ങളിലും കൈയില്ലാണ്ട് യാചിച്ച് മാത്രം നടന്നിരുന്ന ഒരാളാണ്. 25 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ഇയാൾക്ക് വേണ്ടിയിട്ട് കേസിന് വേണ്ടി മുടക്കുവാൻ വേണ്ടിയിട്ട് ഏതോ ഒരു മാഫിയ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ മാഫിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം എവിടെയാണ് പോയത്? എവിടെയാണ് പോയിട്ട് അത് ഇടിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്? അത് മാത്രമല്ലല്ലോ, സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, ഹൈക്കോടതിയിൽ വാദിച്ചിരുന്ന വക്കീലിനെ ഉൾപ്പെടെ മാറ്റി പുതിയൊരു വക്കീലിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഫോറൻസിക് റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ആധികാരികമായിട്ട് വാദിക്കുവാൻ കഴിയാതെ പോയതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ സുപ്രീം കോടതിയെ കുറ്റം പറഞ്ഞു. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ പ്രോസിക്യൂഷൻ വെക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർക്ക് വിധി പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവിടെ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിയുടെ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തത്തിലേക്ക് മാറ്റിക്കൊടുത്തത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാളല്ല സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവരെത്തിയത് കൊണ്ടാണ്. അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോറൻസിക്സ് തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് വാദിക്കണമായിരുന്നു.